കുഴപ്പമൊന്നുമില്ല മിസ്റ്റർ വേണു. ഒരു കാര്യം ഞാൻ പറയാം. ഇനി വൈശാഖൻ ജീവിതത്തിൽ ഒരിക്കലും കുടിക്കരുത്, കുടിക്കാൻ ഇടവരരുത്. ഡോക്ടർ അതിനിപ്പോ യെസ്, ഐ മീൻ ഇറ്റ്. കഴിഞ്ഞ 5 വർഷമായി അയാൾ കുടിച്ച് സ്വയം നശിക്കുകയായിരുന്നു. പക്ഷേ അയാൾ ഒരു ആൾക്കാരുടെ അടുത്തല്ല. ഡയഗ്നോസിസിൽ നിന്നും എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇസ് ഹി മാരീഡ്? അതിനൊന്ന് ശ്രമിച്ചുകൂടെ? ഒരുപക്ഷെ ഒരു പുതിയ ജീവിതം അയാളെ ആകെ മാറ്റിന്നിരിക്കും. ഞാൻ ശ്രമിച്ചു നോക്കാം. പ്ലീസ് ട്രൈ. ആ, നീയായിരുന്നു. ഞാൻ വിചാരിച്ചു. എന്താ നീ ആരെയാ വിചാരിച്ചത്? ഒന്നുമില്ല. മായയാണ്. നിനക്ക് അവളോട് വരുന്നത് ഇഷ്ടമല്ലല്ലോ. ആ, ഡോക്ടർ പറഞ്ഞു 2 ദിവസം കൂടി കഴിഞ്ഞാൽ പോകാമെന്ന്. ആ, പിന്നെ ഒരു കാര്യം, ഇനി മരുന്നിനായിട്ട് പോലും നീ മദ്യത്തെ പറ്റി ചിന്തിച്ചു പോകരുത്. ആ, ഞാനൊന്ന് കോളേജ് വരെ പോയിട്ട് വരാം. ലീവ് എക്സ്റ്റെൻഡ് ചെയ്യണം. സമയത്തിന് ഇൻവിറ്റേഷൻ കിട്ടിയെന്ന് വരില്ല, അതുകൊണ്ടാ ഫോൺ ചെയ്യുന്നത്. അതെ, എല്ലാം പെട്ടെന്നാ തീരുമാനിച്ചതേ. നേരത്തെ എത്തിയേക്കണം. ആ, അപ്പൊ പറഞ്ഞ പോലെ വെക്കട്ടെ. താങ്ക് യു. എടാ ഹരി, ഇനിയിപ്പോ ഇൻവിറ്റേഷൻ പോസ്റ്റിൽ അയച്ചിട്ട് കാര്യമൊന്നുമില്ല. പോസ്റ്റിൽ എനക്കറിയാവല്ലോ. നേരിട്ട് എത്തിക്കാന്നിടത്തൊക്കെ നീ എത്തിക്കുക. ഫോണിൽ കൂടെ വിളിച്ച് പറയാവുന്നതോടെ ഞാൻ പറഞ്ഞോളാം. ഹലോ, മായയോ? അവളിവിടെ ഇല്ല. മനസ്സിലായി മനസ്സിലായി. ഹരി, അവളെ ആര് വിളിച്ചാലും കണക്ഷൻ കൊടുക്കണ്ട. അവൾ ഇവിടുന്ന് ആർക്കും ഫോൺ ചെയ്യാൻ വേണ്ട. യെസ് ഡാഡി. മോഹനും മായയുമായിട്ടുള്ള വിവാഹം നേരത്തെ ഉറപ്പിച്ചിരുന്നതല്ലേ? ഒരുപക്ഷെ മായയുടെ സമ്മതത്തോടു കൂടിയാണ് ഇപ്പോൾ. ഇല്ല, ഒരിക്കലും ഇല്ല. മായ സമ്മതിക്കില്ല. മായയുടെ മനസ്സ് എനിക്ക് നന്നായി അറിയാം. മോഹനുമായിട്ടുള്ള വിവാഹത്തിന് ഒരിക്കലും അവൾ സമ്മതിക്കില്ല. ലതികയ്ക്ക് മായ നേരിട്ടൊന്ന് കണ്ടുകൂടെ? സാർ എന്തായി പറയുന്നത്? ഫോണിൽ കൂടി സംസാരിക്കാൻ പോലും സമ്മതിക്കുന്നില്ല, പിന്നെയല്ലേ നേരിട്ട്? സാർ എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണം. ഞാൻ ഒരാൾ മാത്രം വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ നോക്കും? എനിക്കറിഞ്ഞൂടാ. ഇനി സമയം അധികമില്ല. മായ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. മായയുടെ വീടല്ലേ ഇത്? ഞാൻ മായയുടെ ലെക്ചറാ. കല്യാണത്തിന് ഞാനിവിടെ ഉണ്ടാവില്ല, അതുകൊണ്ട് നേരത്തെ കാണാമെന്ന് കരുതി വന്നതാ. മായ ഇവിടെ ഇല്ലേ? എവിടെ? മോളുണ്ട്. താങ്ക്സ്. ഇഷ്ടമില്ലെങ്കിൽ കൂടി ഒരു നുണ പറയേണ്ടി വന്നു. ഇതിലൊന്നുമില്ല. മായയെ കാണാൻ വേണ്ടി വേണൂട്ടം പറഞ്ഞു ഒരു ഐഡിയ. അതുകൊണ്ട് മായയുടെ ബ്രദറിന് സംശയമൊന്നും ഉണ്ടായില്ല. സിംഹമയം തന്നെ. എന്നിട്ടെന്താ സിംഹത്തെ വേണ്ടെന്ന് വെച്ചത്? എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. ഞാൻ ഈ വാതിലും നടച്ചോട്ടെ. ലതിക പറഞ്ഞപ്പോഴാ പ്രശ്നത്തിന് ഗൗരവത്തെപ്പറ്റി അറിഞ്ഞത്. മായ എന്തുകൊണ്ട്? എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ ഈ വീട്ടിലൊരു തടവുകാരിയാണ്. ഈ വീട്ടിലല്ലാത്ത ഒരാളെ കണ്ടിട്ട് 3-4 ദിവസം കഴിഞ്ഞു.
ഞാൻ എല്ലാം വെട്ടിത്തുറന്ന് പറഞ്ഞാൽ ആ നിമിഷം ഡാഡി എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. അതിനും ഞാൻ തയ്യാറാണ്. പക്ഷേ വൈശാഖൻ സാറിൽ നിന്നും അനുകൂലമായ ഒരു വാക്കെങ്കിലും. സ്നേഹപൂർവം എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്തിട്ടില്ല. സാറിനെ കുറിച്ച് മായയ്ക്ക് പ്രതീക്ഷയില്ല. ആ പ്രതീക്ഷയിലാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത്. ഏറ്റവും നല്ല മനസ്സുമായാണ് ഞാൻ സാറിനെ സ്നേഹിച്ചത്. ആ സ്നേഹത്തിന്റെ വിശ്വാസത്തിൽ, ആ വിശ്വാസം നൽകിയ പ്രത്യാശയിൽ ഞാൻ ഇപ്പോഴും കഴിയുന്നു. മായ ഈ വിവരം സാറിനോട് പറഞ്ഞിട്ടില്ല. എത്ര പ്രാവശ്യം ഞാൻ എന്റെ മനസ്സ് തുറന്നു കാണിച്ചു. എന്നിട്ടും എന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ രാവിലെ രാജരാജേശ്വരി കല്യാണ മണ്ഡപത്തിൽ മറക്കരുത്. തീർച്ചയായിട്ടും വരണം. ഒന്നുമില്ല. ഓക്കെ. കുഞ്ഞ ചായ. പറോമേ, ആ സ്ത്രീ പോയോ? പോകുന്നത് ഞാൻ കണ്ടില്ല. ഇവരെവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. എവിടെ വെച്ചാ? എത്ര സമയമായി? ഇനിയും പോയില്ലേ? ഹലോ. ആ ഒന്ന് ചിരിച്ചു കുട്ടി, കാണട്ടെ. ഞാൻ ശുഭാപ്തി വിശ്വാസിയാണ്. മായയുടെ നല്ല മനസ്സിനെ വേദനിപ്പിക്കാൻ ഈശ്വരൻ അനുവദിക്കില്ല. ഞാൻ വരട്ടെ. ഞാൻ പോകുന്നു. കല്യാണത്തിന് ഞാൻ ഉണ്ടാവില്ല. എന്റെ അഡ്വാൻസ് ബ്ലെസ്സിങ്സ്. വേണു വന്നില്ലേ? കോളേജിൽ പോയിട്ട് വന്നില്ല. ഇപ്പൊ വരും. നാളെ മായയുടെ വിവാഹമാണ്. അവൾ ഇഷ്ടപ്പെടാത്ത ഒരു ചെറുപ്പക്കാരനുമായി. ഞാനിപ്പോ മായയെ കണ്ടിട്ടാണ് വരുന്നത്. സാറിന് തരാൻ വേണ്ടി എന്നൊരു കത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. ക്ഷണക്കത്തല്ല. ഈ കത്ത് വായിച്ചു നോക്കാനുള്ള സന്മനസ്സെങ്കിലും സാർ കാണിക്കണം. നാളെ എന്റെ വിവാഹമാണ്. രാവിലെ 10:30 മുഹൂർത്തം. ആ വിവാഹം എനിക്കിഷ്ടമല്ല. സാറ് വിചാരിച്ച എന്നെ രക്ഷിക്കാൻ കഴിയും.
എന്താ റെഡി ആയില്ലേ? ആ. ഒന്ന് വേഗം വേണം കേട്ടോ. അവസാന നിമിഷം വരെ കാത്തിരിക്കണം. പ്രത്യാശ കൈവെടിയരുത്. വരും, സമയായി. ഒരു മിനിറ്റ്, എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ നടന്നോളൂ.